മോട്ടു പെട്ടെന്ന് വാതിൽ അടച്ചോ. ചായക്കടച്ചേട്ടൻ പൈസ ചോദിക്കാൻ വരുന്നുണ്ട്. 2 മാസമായിട്ട് നമ്മൾ അയാളുടെ കട ഒന്നും വീട്ടുന്നില്ല. ഓ ബോക്സറേട്ടനായിരുന്നോ? വന്നാലും വന്നാലും ഈ അതിരാവിലെ എന്തിനാ വന്നത്? ബോക്സർ ചേട്ടാ സോറി, തെറ്റ് സംഭവിച്ചു പോയി. ഞാൻ വന്നത് മുകളിലത്തെ കാലാവസ്ഥ നോക്കാനാ. എത്ര നല്ലതാ, പോയി നോക്ക്. ഉറപ്പായിട്ട് നോക്കാം. വാ മോട്ടു. എവിടെയും പോകേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ അയക്കാം. നിങ്ങളിതെന്താ ചെയ്ത്? ഞങ്ങളുടെ മേൽക്കൂര പോയില്ലേ? ഏയ്, നീ എന്ത് കൂട്ടുകാരനാ? നിനക്ക് കൂട്ടുകാരനെ പറ്റിയല്ല ചിന്ത അല്ലേ? നിന്നെയും നിന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് അയക്കാം. ഒരു മിനിറ്റ്, ഞങ്ങൾ എങ്ങനെ മേലേക്ക് അയക്കാനാണെങ്കിൽ എന്തിനാ ഇടിച്ചയക്കുന്നേ? വാ മോട്ടു. ഒന്ന് നിന്നിട്ട് പോ, ഞാൻ അയക്കുമല്ലോ നിങ്ങളെ മുകളിലോട്ട്. ഇത് എന്റെ അവകാശമല്ലേ? ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ. നീളമില്ലാത്തവർക്ക് നീളം വെക്കാം, മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കാം, വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാം. എന്റെ കയ്യിലുള്ള മരുന്ന് കഴിക്കൂ. 2 രൂപ, വെറും 2 രൂപ മാത്രം. നീളം വെക്കാനുള്ള മരുന്ന് 2 രൂപ മാത്രം. നമുക്ക് ഇത്രയും നീളം ഉണ്ടായിരുന്നെങ്കിൽ ബോക്സറേട്ടൻ നമ്മളെ ഒരിക്കലും എടുത്തിട്ട് അടിക്കില്ലായിരുന്നു. അവന്റെ മരുന്ന് മേടിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഇതാ ചേട്ടാ 2 രൂപ. ഞങ്ങൾക്ക് ആ ഗുളിക തരുമോ? ഒരു ഗുളിക മാത്രം കഴിച്ചിട്ട് ഒരു ഗുളിക വീട്ടിൽ കൊണ്ടുപോയിക്കോ. ആദ്യത്തെ ഒരു ഗുളിക കൊണ്ട് ഫലം ഉണ്ടായില്ലെങ്കിൽ ബാക്കി ഗുളിക 2ാമത്തെ ദിവസം കഴിച്ചോ. മോട്ടു എണീക്ക് എണീക്ക്. ഇത് കണ്ടോ എന്താന്ന്? ഓഹോ, എന്തിനാ കാലത്ത് ഇങ്ങനെ ശല്യം ചെയ്യുന്ന പത്ലു? നീ നിന്റെ കാലിലേക്കൊന്ന് നോക്ക്. ഞാൻ നീളം വെച്ചു. നോക്ക്, ഞാൻ ശരിക്കും നീളം വെച്ചു. പത്ലു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ കാഴ്ച കണ്ടോണ്ട് നിക്കുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്. മോട്ടുവിനെ വലിച്ച് പുറത്തെടുക്ക്. എന്താ ഇത് പത്ലു? എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യേ. എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഏയ്, ഈ മോട്ടുവിന് ഇത് എന്ത് പറ്റി? കണ്ടറിഞ്ഞൂടെ എന്താ പറ്റിയെന്ന്? ഓടിക്കോ. നിങ്ങൾക്ക് 2 പേർക്കും വേറെ പണിയൊന്നുമില്ലേ? എപ്പ നോക്കിയാലും എന്റെ പുറകിൽ നിന്ന് മാറാതെ ഇപ്പൊ ശരിയാക്കി തരാം. താങ്ക് യു ഏട്ടന്മാരെ, അനിയന്മാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പത്ലു, നമുക്ക് ഈ ഗുളിക തന്ന അയാളെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുവോ? കാരണം എനിക്ക് ഇത്രയും പൊക്കം വേണ്ടായിരുന്നു. അവനെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? വാ, ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി നോക്കാം. എന്റെ അമ്മോ, പത്ലു രക്ഷിക്കൂ. ഈ ഡോഗ്സിനൊക്കെ ഒന്ന് ഓടിക്കൂ. നല്ല വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല താനും.
കള്ളി കാലിൽ ചുറ്റിയല്ലോ. ഇനി ഇത് കഴിച്ച് വയറ് നിറയ്ക്കാം. ദൂരെ പോവാൻ. നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? ഇത്രയും ശക്തിയും ബലവുമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും പരലോകത്തേക്ക് അയക്കുംട്ടോ. അതെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മളെ തന്നെ പേടിപ്പിക്കുകയാണല്ലോ ഇവൻ. ഭയങ്കര ശക്തിശാലിയായെന്നാ തോന്നുന്നത്. വാ, അവന്റെ പൊട്ടത്തലക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് വരാം. ഓക്കേ, അവനെ ഒരു പാഠം പഠിപ്പിക്കാം. Ready for the attack? Single line formation. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ ഒരേ ലൈനിൽ വരുന്നത്? എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ. ചെറിയ പക്ഷികൾ പോലും എന്നെ കണ്ടിട്ട് പേടിക്കുന്നില്ല, പിന്നെ എവിടുത്തെ ബോക്സർ പേടിക്കുക? വിശന്നിട്ടാണെങ്കിൽ കുടല് കരിയുന്നു. ഭക്ഷണം എങ്ങനെ കഴിക്കാനാ? മേഡം, എനിക്കും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇതിന്റെ മണം നല്ല രസമുണ്ട്. മാറിപ്പോ മാറിപ്പോ. ഭിക്ഷ ചോദിക്കാൻ വേണ്ടി ഓരോ മാർഗങ്ങൾ കണ്ടെത്തി വന്നിരിക്കുക. വേഗം പൊക്കോ ഇവിടുന്ന്. കള്ളൻ കള്ളൻ കള്ളൻ. വന്നോളൂ വന്നോളൂ, നിങ്ങളുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാനത് ചെറുതായിക്കോട്ടെ. ഒറ്റ ഒരുത്തരം ഞാൻ വെറുതെ വിടൂല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എന്റെ അമ്മോ, ഇതൊരു വലിയ കള്ളലാണല്ലോ. എന്നാലും ഞാൻ വിടില്ല. ഏയ്, the name is ചിങ്കം. അവിടെ നിൽക്ക്. നീ സ്വയം നിയമത്തിന് കീഴടങ്ങിക്കോ. എന്റെ അമ്മോ, മോട്ടു, നീ എങ്ങനെ ഇത്രയും നീളം വെച്ചത്? നിക്ക് നിക്ക്, അവിടെ നിക്ക്. എന്നെ ബാൽക്കണിന്ന് ഇറക്കി വിട. നിൽക്കാൻ പറ്റില്ല, കാരണം അവരിന്ന് തീരുമാനം എടുത്തിരിക്കുക എന്റെ തല കൊത്തി പൊളിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് ആർമിയിൽ എന്തോ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതെന്നാ. പുതിയ തരം ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കി വിസിലൊക്കെ അടിച്ച് അറ്റാക്ക് ചെയ്യുമാര്. മോട്ടു, എന്നെ രക്ഷിക്ക്. എന്റെ അമ്മോ, മമ്മി. എന്റെ ജീവിതത്തിലെ ശത്രുക്കളെ എന്റെ പുറകെ നിന്ന് മാറി തരൂ. കുറച്ചെങ്കിലും മനസാക്ഷി കാണിച്ചൂടെ നിങ്ങൾക്ക്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണോ? അമ്മേ, പത്തിലും എന്റെ കൂട്ടുകാരാ, നീ വന്നോ? പൊളിച്ചേ. എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വേഗം വരൂ, വേഗം വരൂ. ആ മിലിറ്ററിക്കാരെടുത്ത് തന്നെ ഒന്ന് രക്ഷിക്കൂ. അല്ല, എന്റെ ദൈവമേ, ഇത് എന്തൊരടങ്ങാറാ. എന്റെ മോട്ടോ, നീ ഇത് കണ്ടോ? ഡോക്ടർ ജഡ്ക നിന്നെ പഴയതുപോലെ ആക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. വേഗം കഴിച്ചോ, വേഗം. പത്തിലു, എന്റെ കൂട്ടുകാരെ, എന്റെ ചങ്ക, എന്റെ കരളെ, താങ്ക് യു, താങ്ക് യു. ഇതിന്റെ കൂടെ കുറച്ച് സമൂസയും കൊണ്ടുവരാൻ. എന്റെ അമ്മേ, നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും സമൂസയുടെ വിചാരം മാത്രമേ ഉള്ളൂ. വേഗം കഴിക്കേ. അതെ, ഇനിയെങ്കിലും എന്റെ പുറകെ നിന്ന് മാറി തരൂ. എന്റെ പത്തിലു, ഇതെന്താ നീ കാണിച്ചു വെച്ചത്? എന്റെ കാലിപ്പോ കാണാൻ പോലും ഇല്ലല്ലോ. ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കഴിച്ചാൽ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മക്കളെ, എന്നെ ഉപദ്രവിക്കാതിരുന്നൂടെ? ഞാൻ കളിപ്പാട്ടൊന്നും അല്ലല്ലോ. ഓടിക്കൂ. മോട്ടോ, എന്റെ അഭിപ്രായത്തിൽ നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. പിന്നാലെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പത്തിലു, ഓടിക്കൂ. അത് കമാൻഡോ കാക്കുകളാണ്. ശരിക്കൊരു പട്ടാളക്കാരെ പോലെയാണ് അവരുടെ
ആക്രമണം. ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.